PM ശ്രീയിൽ CPM CPI നാടകം തുടരുകയാണ്. CPM അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് അവസാനിച്ചു. PM ശ്രീയിൽ CPI എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് അടിയന്തര സെക്രട്ടേറിയറ്റ് ചേർന്നത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ യോഗത്തിന്റെ ഭാഗമായി. വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്നും നൽകുന്നത്. പ്രശാന്ത്, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ പൊറാട്ട് നാടകം ഇപ്പോൾ LDF-നകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ഭാഗത്ത് CPI പോലൊരു പാർട്ടി എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ മുന്നണി വിടുമെന്ന് പറയുന്നു. മറുഭാഗത്ത് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് യോഗം ചേരുന്നതായി CPM പറയുന്നു. ശരിക്കും എന്താണ് ഈ നാടകത്തിൻ്റെ അടിസ്ഥാനം? മാത്രമല്ല, ഇന്ന് ഉച്ചതിരിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിശ്വവുമായി ആലപ്പുഴയിൽ കൂടിക്കാഴ്ച നടത്തുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പറയൂ പ്രശാന്ത്. ഗൗതം, അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ നിലവിൽ തീരുമാനം, അതായത് ഈ PM ശ്രീയുടെ ധാരണാപത്രം പിൻവലിക്കില്ലെങ്കിൽ പോലും വെള്ളപ്പൊക്ക് പദ്ധതി നടപ്പിലാക്കുന്നതിൽ വെള്ളപ്പൊക്ക് അവലംബിക്കാമെന്നൊരു നീക്കത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, CPIയുടെ പ്രതിഷേധത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ആരംഭിക്കുന്നത്. അതായത് പദ്ധതി തിടുക്കത്തിൽ നടപ്പിലാക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഗത്തിന് ശേഷമാണ് ആ യോഗത്തിൽ ഉയർത്തുന്നത്. മാത്രമല്ല, യോഗത്തിൽ ഈ തിടുക്കത്തിൽ വേഗത്തിൽ നടപ്പിലാക്കി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ CPIയുടെ വിമർശനങ്ങൾ കൂടി മുഖവരിക്ക് എടുത്തുകൊണ്ട് പദ്ധതിയിൽ ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ലെങ്കിൽ പോലും ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വെള്ളപ്പൊക്ക് അവലംബിക്കാമെന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി ബിനോയ് വിശ്വവുമായി, അതായത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ചർച്ച ചെയ്യും. വൈകിട്ട് ഓടെയാണ് ചർച്ച നടക്കുക. 3 മണിയോട് കൂടി ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് CPIയെ അനുനയിപ്പിക്കുമുള്ളൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഈ നീക്കം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഏൽപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ CPI അനുനയിപ്പിച്ചുകൊണ്ട് നിർത്താമെന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. അതായത് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ CPIയുടെ ഭാഗത്തുണ്ടായത് വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം തന്നെ യുവജന സംഘടന അടക്കം ഈ PM ശ്രീ വിഷയത്തിൽ നടപ്പിലാക്കിയതിൽ പ്രതിഷേധവുമായി ഈ നടുത്തരത്തിലേക്ക് എത്തുന്ന തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലായി നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് CPM നിലവിലുള്ളത്. മാത്രമല്ല, ഈ CPI മുന്നണിയിൽ തന്നെ അറിയിക്കാതെ വേഗത്തിൽ നടപ്പിലാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിലവിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടതില്ലെങ്കിൽ പോലും പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലടക്കം വെള്ളപ്പൊക്ക് തുടർത്തിക്കൊണ്ട് പതിയെ നടപ്പിലാക്കാൻ മതി, അല്ലെങ്കിൽ ഈ അത്ര കണ്ട് തിടുക്കത്തിൽ നടപ്പിലാക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 2 മണിക്കൂറോളം ദൈർഘ്യമുണ്ടായിരുന്നു അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. ഈ വിഷയത്തിൽ വിമർശനങ്ങളടക്കം ഉയർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തിടുക്കത്തിൽ നടപ്പിലാക്കി എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ ചർച്ചയിൽ ഉയർന്നു വന്നു എന്നാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPM CPI നാടകം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ CPIയുടെ യോഗം നടക്കുന്നു. തിരുവനന്തപുരത്ത് CPIM-ന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം നടന്നു. ജനറൽ സെക്രട്ടറി MA ബേബിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വൈകിട്ട് ആലപ്പുഴയിൽ ബിനോയ് വിശ്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുകയാണ്. പക്ഷേ പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച, അതോടൊപ്പം തന്നെ ഈ പറയുന്ന മറ്റു പല വിവാദങ്ങൾ, അത്തരം വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു നാടകം മാത്രമാണ് ഇത് എന്നുള്ളതാണ്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന കൃത്യമാണ്. അതായത് CPI ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രതിഷേധം എന്നുള്ളതായിരുന്നു. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞതുപോലെ CPI കുരയ്ക്കത്തേ ഉള്ളൂ, കടിക്കത്തില്ല എന്നൊരു പ്രസ്താവന നടത്തി. ഇതെല്ലാം ശരിവെക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ നാടകത്തെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്തരം പ്രസ്താവനകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.